കുഞ്ഞിപ്പെണ്ണ് ഉറങ്ങിയോ? നമ്മുടെ കയ്യിലിരുന്ന അവൾ ഉറങ്ങിയില്ലോ. ഇവിടെ വന്നാ ഇവിടുത്തെ മമ്മി അങ്ങോട്ട് വിടില്ല, അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ മമ്മി അങ്ങോട്ട് വിടില്ല. ഇവിടെ നിന്നിട്ട് പോവാണെങ്കിൽ കുറെ നാൾ നിങ്ങൾ അവിടെയാണല്ലോ, കുറച്ച് ഇടയ്ക്കൊക്കെ അല്ലേ വരുള്ളൂ. ഇത് ഞാൻ കുറച്ച് ദിവസം കഴിയുമ്പോൾ പോലും മമ്മി അപ്പ മമ്മി എന്നാ ചെയ്യും? അന്നേരം ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മള് ചില ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ചല്ലേ പറ്റുള്ളൂ. എന്നാ മമ്മി എന്റെ കൂടെ പോരെ? പോനുണ്ടോ? ഇതൊക്കെ അറിയാൻ പോവാണ എന്റെ പൊന്നെ. എന്താണ് അമ്മയും കുഞ്ഞുങ്ങളും ഇങ്ങനെ ഇരിക്കണേ? ഞങ്ങളോ? സൂര്യപ്രകാശം കാണാൻ വന്നാണോ? ആ, സൂര്യപ്രകാശം കൊള്ളാൻ വന്ന. ആഹാ, ഇപ്പൊ പകലുറക്കൊക്കെ കുറവാട്ടോ കക്ഷിക്ക്. പകലുറക്കം കുറവാ. ഇന്നലെ രാത്രിയിൽ ഒരു 3 പ്രാവശ്യം എണീറ്റു. ചിത്താന്തമാണോ കുഞ്ഞുവാവേ? കള്ളിപ്പെണ്ണെ, എടി കുഞ്ഞിപ്പെണ്ണെ, എടി കുഞ്ഞിപ്പെണ്ണെ. കുഞ്ഞിപ്പെണ്ണെ ഇപ്പൊ പുറത്തിറങ്ങാൻ വലിയ ഇഷ്ടമാണല്ലോ. അതെ അതെ അതെ, കുഞ്ഞിപ്പെണ്ണ് വലിയ ഇഷ്ടമാണ് പുറത്തിറങ്ങാൻ. എന്നാ മമ്മി, ഞാനും അവളും പോകുമ്പോ എന്നാ ചെയ്യും മമ്മി? നിങ്ങളിന്ന് ഇത്ര നേരത്തെ പോകുന്നേ? ചേട്ടാ കഴിഞ്ഞു പോയാ പോരെ? പിന്നെ എനിക്ക് മമ്മിയുടെ കൂടെ അടയിരുന്നാ മതിയോ? എനിക്ക് പോണ്ടേ? കഴിഞ്ഞു പോവാന്നേ, ഒരു 20 ദിവസം കഴിഞ്ഞു പോവാം. പോവാറായില്ലേ? 3-ാം മാസം ആവാൻ പോവല്ലേ? അന്നേരല്ലേ 3 മാസം പൂർത്തിയാവുള്ളൂ. ഓ, ഈ 90 ഡേയ്സിന്റെ കണക്കല്ലേ? അതെ അതെ. ഈ 90 ഡേയ്സ് എന്ന് പറഞ്ഞാ അതൊക്കെ നിർബന്ധമാണോ? പിന്നെ കൊണ്ടുപിടി ചടങ്ങ്, പലഹാരം, എനിക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇവിടുന്ന് പോരാണെങ്കിൽ ചുമ്മാ പോയാ പോരെ? അങ്ങനെ പോകണ്ടെന്നേ, ഞങ്ങൾ അവിടെ കൊണ്ടാക്കാം. അങ്ങനെ പോയാൽ മതി. ആ ചടങ്ങും പ്രകാരം പോവാം. ഓക്കെ, 3 മാസമൊക്കെ ആകട്ടെ, എന്നിട്ട് പോവാം. ആണോ? ഇതിനൊന്നും തീരെ താല്പര്യമില്ലാത്ത, ചടങ്ങുകളിലൊന്നും താല്പര്യമില്ല. എനിക്കും വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ. പിന്നെ ഈ 7-ാം മാസം കൂട്ടിക്കൊണ്ടുപോകലേ, അതൊന്നും വേണ്ടാന്ന് ഞാൻ തന്നെയാണ് പറഞ്ഞത്. ഇത് അങ്ങനെയൊക്കെ വേണോ മമ്മി? എന്തിനാ അങ്ങനെയൊക്കെ? ഒന്നാമത്തെ കാര്യം, മമ്മിയും ഡാഡിയും ഞാനും ഒന്നും അങ്ങനെ അധികം മധുരം കഴിക്കുന്ന ആൾക്കാരല്ല. പിന്നെ എന്തിനാണ് ഈ ലഡുവും ജിലേബിയും ഒക്കെ? എന്നോട് എന്റെ കെട്ടിയോൻ പറഞ്ഞറിയോ, അങ്ങനെ വല്ലതും കൊണ്ടുവരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ വല്ല നട്ട്സോ ഡേറ്റ്സോ അങ്ങനെ തിന്നാൻ കൊള്ളാന്ന് എന്തെങ്കിലും മതി എന്നാണ്. ജഡും ജിലേബിയും ഒന്നും വേണ്ട. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. തയ്ക്കാനും ഒരു 20 ദിവസം കഴിഞ്ഞ് പോവാം. അങ്ങനെ നമ്മൾ 3 മാസം പൂർത്തിയാവൂലോ. ഓഹോ, ഇപ്പൊ മമ്മിക്ക് എന്നെക്കാളും ഇഷ്ടം അവളെയാണ്. അവളെ കാണാതിരിക്കാൻ പറ്റില്ല അല്ലേ? എല്ലാരും ഇഷ്ടമാണ്, എല്ലാരും വേണം. നിങ്ങൾ ഉള്ളത് അവിടെ അനക്കമുള്ളേ. ആണോ? നല്ലൊരു അനക്കമില്ല. അപ്പൊ ഞങ്ങൾ ഈ പെരക്കകത്തേക്ക് കയറിയിരുന്നു കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, ഭയങ്കര വെയിലാണ് അവിടെ അല്ലേ മീ? കൊച്ചിനെ കൊണ്ട് അവിടെ ഇരിക്കാൻ മേല അല്ലേ? ഇപ്പൊ തെളിയുന്ന വെയിലിനൊക്കെ എന്നാ ചൂടാ. കഴിഞ്ഞ ദിവസം കറണ്ടും പോയിട്ട് പുകച്ചില് കാരണം ഉറങ്ങാൻ പറ്റത്തില്ല അല്ലേ? അപ്പൊ എന്നാണേലും പറഞ്ഞു വന്നതല്ലേ, ഞങ്ങള് പോയി കഴിഞ്ഞാൽ മമ്മിക്ക് ഭയങ്കര മിസ്സിംഗ് ആയിരിക്കും അല്ലേ മീ? അന്ന് ഞങ്ങൾ ഇഞ്ചക്ഷൻ എടുക്കാൻ പോയിട്ട് അവിടെ 2 ദിവസം നിന്നോട്ടോ. അന്നേരം മമ്മിക്ക് ഈ റൂം കാണുമ്പോ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അല്ലേ? എന്റെ മമ്മി അലച്ചു ചൊല്ലി കരയായിരുന്നു അല്ലേ മീ? എടി ഒന്ന് വാടി വാടി എന്നും പറഞ്ഞോണ്ട്. എന്നിട്ട് പിന്നെ ഞങ്ങള് പിന്നെ വന്നു 2 ദിവസം കഴിഞ്ഞപ്പോ. എന്നാലേ മമ്മിക്കൊന്ന് സമാധാനമായി കേട്ടോ. ഇഞ്ചക്ഷൻ എടുക്കാനൊക്കെ പറഞ്ഞു വിടുമ്പോ മമ്മി പ്രത്യേകം പറയും, ഇഞ്ചക്ഷൻ എടുത്തിട്ട് ഇങ്ങോട്ട് തന്നെ വന്നം കേട്ടോന്ന് പറയേ. മമ്മിക്ക് പേടിയാ ഞങ്ങൾ അവിടെ നിൽക്കുവോ, അവിടെ കുറച്ച് ദിവസം നിൽക്കുവോ, ഇനി അവിടെ ഡെലിവറിയുടെ ആ ഒരു ഡേയ്സ് ഉണ്ടല്ലോ, എത്ര ദിവസം നമ്മൾ നോക്കണം അങ്ങനെ ഇങ്ങനെയൊക്കെ. ശരിക്കും ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? അതിൻ്റെ ആവശ്യമുണ്ട്. കാരണം നമ്മുടെ ആരോഗ്യത്തിന് അതാണ് നല്ലത്. നമ്മൾ 3 മാസവും റെസ്റ്റ് എടുത്ത് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ഇരിക്കുമ്പോൾ അതിൻ്റെതായ ഒരു ആരോഗ്യത്തിനൊരു ഉണർവ് കിട്ടും. അത് ശരിയാട്ടോ. നമ്മൾ അന്നേരം മുതൽ അലിഞ്ഞു കിടന്നാലേ ഭയങ്കര കുറച്ച് കഴിയുമ്പോഴാണ് അതിന്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ. അതെ അല്ലേ? അങ്ങനെയൊക്കെ ഉണ്ടല്ലേ? അങ്ങനെയാണ്. സത്യം പറഞ്ഞ ഇതൊന്നും അല്ല കേട്ടോ. മമ്മിക്ക് കൊച്ചിനെ കാണാതിരിക്കാൻ പറ്റില്ല, അതല്ലേ മമ്മി കാര്യം? 2 പേരുടെയും അനക്കവും ഒച്ചയൊക്കെ വേണം ഇപ്പൊ ഇവിടെ. ഓഹോ, 2 പേരും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതെ അതെ. ഓക്കെ, നിന്റെ ആരോഗ്യവും കൊച്ചിന്റെ ആ കൊഞ്ചലും ഇതെല്ലാം നമുക്ക് മിസ് ചെയ്യൂല്ലേ ഞങ്ങള് പോയി കഴിഞ്ഞാൽ? അപ്പൊ ഞങ്ങളിനി കുറച്ച് ദിവസം കഴിയുമ്പോൾ പോലും മമ്മി അപ്പ മമ്മി എന്നാ ചെയ്യും? അന്നേരം ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മള് ചില ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ചല്ലേ പറ്റുള്ളൂ. എന്നാ മമ്മി എന്റെ കൂടെ പോരെ? പോനുണ്ടോ? ഇതൊക്കെ അറിയാൻ പോവാണ എന്റെ പൊന്നെ. അപ്പൊ അതെ, ശരി ബാബാ. ഇതേ സീൻ മാറി കേട്ടോ. മമ്മി ഭയങ്കര ഇമോഷണലായി. ഞങ്ങൾ പോണ കാര്യം പറയുമ്പോ തന്നെ ഭയങ്കര ഇമോഷണലാണ് അല്ലേ? അവൾ ഉറങ്ങിയോ? ഉറങ്ങാൻ തുടങ്ങുന്നു. ഉറങ്ങാൻ തുടങ്ങുന്നു പറഞ്ഞു മമ്മി. കണ്ണടച്ചു തുടങ്ങി. ആണോ? ഉറങ്ങിയോ? അയ്യടാ, ഈ അമ്മമാരുടെയൊക്കെ മടിയിരുന്ന് ഉറങ്ങാൻ നല്ല സുഖമാണ്. എന്നാന്നറിയാവോ? നല്ല വണ്ണം ഉള്ളതുകൊണ്ട് ഇങ്ങനെ പതുപതുപ്പാ. ബേബീസിന് ഇങ്ങനെ എന്താ ചൂടടിച്ചുറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്റെയൊക്കെ കയ്യിലിരുന്ന അത്ര ഇഷ്ടമൊന്നുമില്ല കേട്ടോ ഉറങ്ങാൻ. വേറൊന്നും കൊണ്ടല്ല, എന്റെയൊക്കെ ഉണക്ക കൈയല്ലേ, ഇതിനകത്തിരിക്കുമ്പോ ഒരു സുഖമില്ല അങ്ങനെ.
അപ്പൊ നിങ്ങള് ഒരു 20 ദിവസം കഴിഞ്ഞ് പോവാം കേട്ടോ. സാരില്ല അമ്മി, ഉടനെ അടുത്ത് ബേബിയൊക്കെ ആയിട്ട് വരാനേ. അവിടെ ചെന്നാ പിന്നെ അവിടുത്തെ മമ്മി ഇങ്ങോട്ട് വിടില്ല. അതെ, ഇവിടെ വന്നാ ഇവിടുത്തെ മമ്മി അങ്ങോട്ട് വിടില്ല, അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ മമ്മി ഇങ്ങോട്ട് വിടില്ല. 20 ദിവസം ഇവിടെ നിന്നിട്ട് പോവാണെങ്കിൽ കുറെ നാൾ നിങ്ങൾ അവിടെയാണല്ലോ, ഇനി കുറച്ച് ഇടയ്ക്കൊക്കെ അല്ലേ വരുവുള്ളൂ. ഇത് ഞാൻ അവിടുത്തെ മമ്മിയോട് പറഞ്ഞു, മമ്മി എന്താ പറഞ്ഞു, അയ്യോ ഇത്രയും ദിവസമായില്ലോ കൊച്ചേ, ഇങ്ങ് പോരേ എന്നാ പറയണേ. ഇത്രയും ദിവസം എന്ന് വെച്ചാൽ ഞാൻ ചോദിച്ചേ, പ്രഗ്നന്റ് ആയപ്പോ ആദ്യം മുതൽ അവസാനം വരെ അവിടെ ഇല്ലായിരുന്നോ? ഇവിടെ വന്ന് നിൽക്കാറൊന്നും ഇല്ലായിരുന്നല്ലോ, തലേദിവസം 15 ദിവസം പോവല്ലേ ഇത്. ഈ സമയത്തെങ്കിലും ഇവിടെ നിൽക്ക്. 3 മാസം എന്ന് പറഞ്ഞാൽ അത് പെണ്ണിന്റെ വീട്ടിൽ നിൽക്കേണ്ടതാണ്. അങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനെയുണ്ട്, 3 മാസം പെണ്ണിന്റെ വീട്ടില്. ആണോ? അത് കഴിയുമ്പോ അവിടെ അങ്ങോട്ട് പോകാം. എനിക്ക് എന്നാണേലും ഈ മാസം അവസാനം വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, ബ്രൈഡൽ മേക്കപ്പ് ഒക്കെ. അപ്പൊ എനിക്ക് പോവാണ്ടിരിക്കാൻ പറ്റില്ല. പറഞ്ഞ മനസ്സിലായോ എനിക്ക്? യു അണ്ടർസ്റ്റാൻഡ്? അതിനിടയ്ക്ക് നമ്മൾ റെസ്റ്റ് എടുക്കണം കേട്ടോ. റെസ്റ്റ് എടുക്കണം, പക്ഷെ 3 മാസം പൂർത്തിയായില്ലല്ലോ. പക്ഷെ കുറെ നാളായിട്ട് പ്രഗ്നൻസിയോട് റിലേറ്റ് ചെയ്ത് ഞാനിങ്ങനെ ബ്രേക്ക് എടുത്തേക്കുമായിരുന്നല്ലോ കുറച്ച്. അപ്പൊ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ഒരെണ്ണം ചെയ്യണം എന്നൊക്കെ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ മാസം ലാസ്റ്റ് വർക്ക് എടുത്തിട്ടുണ്ട്. അപ്പൊ എനിക്കത് ചെയ്യണം. കുഞ്ഞിപ്പെണ്ണ് ഉറങ്ങിയോ? നമ്മുടെ കയ്യിലിരുന്ന അവൾ ഉറങ്ങിയില്ലോ. സാധാരണ ഞാൻ വെള്ളയുടുപ്പായിരുന്നു കേട്ടോ കൂടുതലും വീട്ടിൽ ഇടിക്കാറില്ല. ഇതിപ്പോ ബനിയന്റെ ഉടുപ്പുകളൊക്കെ ഇരുന്നത്, കുറേ ഉടുപ്പുകൾ നമുക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഇനി ഇടിയിച്ച് തീർക്കണം അല്ലേ മേ? പിന്നെ പാർട്ടി വെയർ ഉടുപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ, നെറ്റിന്റെ ഒക്കെ. അതൊക്കെ ഞാൻ നോക്കിയിട്ട് ഇപ്പൊ എങ്ങനെ ഇടിക്കുന്ന എനിക്കറിയില്ല. അതൊക്കെ മേത്ത് കൊള്ളുമ്പോ അവൾക്ക് വേദന എടുത്തെങ്കിലോ എന്ന് ഓർത്ത് ഞാൻ ഇപ്പൊ ഇടിയിക്കാതെ വെച്ചേക്കുക. കുറച്ച് കഴിയുമ്പോ അതൊക്കെ ചെറുതായി പോകുന്ന എനിക്ക് തോന്നുന്നു കേട്ടോ. പക്ഷെ ആ ഉടുപ്പൊക്കെ ഉണ്ടല്ലോ, 1 വയസ്സാകുമ്പോ ഇടാൻ കൊള്ളാം. ആണോ? എനിക്ക് ഏതെങ്കിലും ഒരു ഉടുപ്പ് ഇഷ്ടപ്പെട്ടാൽ ഞാനും അങ്ങനെയാ, കൊച്ചിനെ അങ്ങനെ ഇടിയിക്കുന്നത്. എനിക്ക് അവളുടെ ഏതെങ്കിലും ഒരു ഉടുപ്പ് ഇഷ്ടപ്പെട്ടാൽ ഞാൻ അത് തന്നെ ഇടിയിക്കും അവളെ. നല്ല ഉടുപ്പാ, കിട്ടിയ ഉടുപ്പൊക്കെ നല്ലതാ. അതെ അല്ലേ? ഇടിക്കാം, തലേ കൂടെ കിടന്നോളന്നേ. ചെറുതല്ലേ ഇപ്പൊ ഇങ്ങനത്തെ ഉടുപ്പുകളൊക്കെയാ നല്ലത്, മയമുള്ള ഉടുപ്പ്, സോഫ്റ്റ് ആയിട്ടുള്ള ബനിയന്റെ ഉടുപ്പൊക്കെ അല്ലേ? അങ്ങനത്തെ ഉടുപ്പാണ്. അവൾ ഉറങ്ങാൻ കണ്ടിട്ട് എനിക്ക് ഉറക്കം വരുവാണല്ലോ മമ്മി. അതെ എനിക്ക് ഉറക്കം വരും, ഉറങ്ങാൻ തോന്നുന്നുണ്ട്. ശരിക്കും പറഞ്ഞ കൊച്ചുറങ്ങുമ്പോ തള്ളേ ഉറങ്ങണം നാളെ. കൊച്ചുറങ്ങുമ്പോ കൊച്ചിന്റെ അമ്മ, അല്ലാതെ എപ്പോഴാ കൊച്ചിന്റെ അമ്മ ഉറങ്ങണേ? അതെ അങ്ങനെയാ എന്റെ. ഞാൻ ഇവള് ഉറങ്ങുമ്പോ എന്തെങ്കിലുമൊക്കെ പരിപാടിയായിട്ട് നടക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് രാത്രി ഇവളെങ്ങനെ എണീറ്റിരിക്കും. എന്നാലും ഞാൻ എന്ത് ചെയ്യും? എനിക്ക് ഉറങ്ങാൻ പറ്റുമോ? എന്റെ പൊന്നെ, അങ്ങനെയാണല്ലേ? എനിക്ക് അങ്ങനെയൊക്കെ നമ്മള് ഉറങ്ങുന്ന കാണുമ്പോ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഉറങ്ങാനൊക്കെ തോന്നും. ഇന്നലെ ഞാൻ അവളെയും കെട്ടിപ്പിടിച്ചങ്ങ് കിടന്നു കുറച്ചു നേരം. അത് കഴിഞ്ഞിട്ട് പിന്നെ എണീറ്റു, അവളുടെ ഒപ്പം തന്നെ എണീറ്റു. അത് നല്ല രസമുള്ളൊരു പരിപാടി കേട്ടോ, പിള്ളേരുടെ കൂടെ നമ്മളിങ്ങനെ കെട്ടിപ്പിടിച്ചിറങ്ങുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ കൊച്ചിനെ കൊതുകുകളി ഇല്ലാണ്ട് കിടത്തുമ്പോൾ ഉണ്ടല്ലോ മമ്മി, അപ്പടി കൊതുക് കടിക്കും മമ്മി. ഒരു കൊതുക് മതി പിള്ളേരുടെ കയ്യാ മൊത്തം കടിക്കാനായിട്ട്. നമ്മുടെ കൂടെ കിടത്തുമ്പോൾ അതാ ഒരു കുഴപ്പം. ഞാൻ അവളെ എൻ്റെ കൂടെ കിടത്തുമ്പോഴത്തേക്കും കൊതുക് വന്ന് കടിക്കും. ഞാൻ അറിയല്ലോ, അതൊരു പ്രശ്നമാണ് അല്ലേ? നമ്മുടെ കൂടെ കിടത്തുമ്പോ കൊതുകല ഇടാൻ പറ്റില്ലല്ലോ. അതാ ഞാൻ പറഞ്ഞത്. പുതിയ താരാട്ടുപാട്ട് വല്ലതും കണ്ടുപിടിച്ചോ കൊച്ചിന് പാടിക്കൊടുക്കാൻ? അതല്ല, പഴയ പാട്ടുകൾ എന്തേലും മനസ്സിൽ മൊത്തം പഠിച്ചു വെച്ചോ കൊച്ചിന് പാടിക്കൊടുക്കാനായിട്ട്? കുറച്ചൊക്കെ അറിയാം. മമ്മിക്ക് എല്ലാ പാട്ടിന്റെ അറ്റവും കുറിയാട്ടോ അറിയത്തുള്ളൂ. നമ്മൾ എന്താണേലും ഞാനിങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞാനും മമ്മിയും കിച്ചാമണിയുടെ ഒരു പാട്ട് ഇങ്ങനെ മാറി മാറി പാടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. എന്നിട്ട് അതിൽ കുറച്ച് ഞാൻ പാടണം, കുറച്ച് മമ്മി പാടണം, കുറച്ച് കിച്ചാമണി പാടണം. ഞാൻ പാടാൻ വേണ്ടിയത് എനിക്ക് തന്നെ അറിയില്ല. ഇവരൊക്കെ ഭയങ്കര പാട്ടുകാരാട്ടോ. അപ്പൊ അങ്ങനെ ഒരെണ്ണം നമുക്ക് ചെയ്യാം അല്ലേ? പ്ലാൻ ചെയ്യാം. അപ്പൊ മമ്മിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടോ. മമ്മിക്ക് പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടം അല്ലേ മമ്മി? പാട്ട് ഭയങ്കര ഇഷ്ടം. പാട്ട് പാടാനും കേൾക്കാനും എല്ലാം ഇഷ്ടം.